ആദ്യം പോലീസ് പറഞ്ഞത് സിയാദിനെ പോലീസ് മർദ്ദിച്ചിട്ടില്ലെന്നായിരുന്നു. ആ കളവ് പൊളിഞ്ഞു. അത് 16-കാരി നേരിട്ടുള്ള ദൃക്സാക്ഷി മൊഴിയോടുകൂടി പോലീസ് കളവാണ് പറഞ്ഞതെന്ന് വ്യക്തമായി. രണ്ടാമത് പോലീസ് സ്ഥാപിക്കാൻ ശ്രമിച്ചത് മറ്റൊരാൾ ഈ സിയാദിനെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു, ആക്രമിച്ചു എന്ന് പറഞ്ഞ് അത് മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കാനായിരുന്നു പോലീസിൻ്റെ രണ്ടാമത്തെ ശ്രമം. അത് അന്വേഷണ ഉദ്യോഗസ്ഥനായ റൂറൽ SP തന്നെ ഇക്കാര്യം മാധ്യമങ്ങളോടും മറ്റും അൺഒഫീഷ്യലായും ഒഫീഷ്യലുമായും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് നിലയിലാണ് പോലീസ് ഈ കേസ് അട്ടിമറിക്കാനുള്ള തുടക്കം മുതലേ ശ്രമിച്ചത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഞാൻ രണ്ടാമത് പറഞ്ഞതാണ്. മറ്റൊരാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് ഈ സിയാദിൻ്റെ പിതാവിൻ്റെ അനുജൻ ബഷീർ, ആ ബഷീറിൻ്റെ മൊഴി എന്ന നിലയിലാണ് ഇതവർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത് മറ്റൊരു യുവാവിൻ്റെ, രഞ്ജിത്ത് എന്ന യുവാവിൻ്റെ തലയിലേക്ക് ഇത് കെട്ടിവെച്ച് ഊരാനുള്ള, പോലീസ് ഇതിൽ നിന്ന് തടി ഊരാനുള്ള, പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നതായിട്ടാണ് ഇപ്പോൾ കുടുംബത്തിന് സംശയം ഉയർന്നിരിക്കുന്നത്. ഇപ്പം നമ്മളോടൊപ്പം ബഷീറുണ്ട്. ബഷീർ, നിങ്ങൾ ഈ സ്റ്റേഷനിൽ വെച്ച് ഈ പോലീസുകാർ നിങ്ങളോട് ഇത് വല്ലതും ചോദിച്ചോ? നിങ്ങൾ അങ്ങനെ പറഞ്ഞോ? മറ്റൊരാൾ, രഞ്ജിത്ത് എന്ന് പറയുന്ന യുവാവ് ഈ പറഞ്ഞ സിയാദിനെ ആക്രമിച്ചു എന്ന് നിങ്ങൾ മൊഴി കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ കൊടുത്തിട്ടില്ല. നിങ്ങൾ എന്താ പിന്നെ പറഞ്ഞത്? ഞാനിവിടെ വന്ന് എന്നെ മരണം വിളിച്ച് പറയുന്നു. ഞാൻ മരണം വിളിച്ച ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരുമില്ലായിരുന്നു. നേരെ ഇവിടുന്ന് പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, ഷിഹാബ് എന്ന് പറഞ്ഞ കക്ഷിയുണ്ട്. നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പം ഞങ്ങൾക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ് പെട്ടെന്ന് എന്നെ അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു പറഞ്ഞു. അപ്പം പോലീസുകാരൻ്റെ അടുത്ത് ഇവിടുന്ന് മൊഴിയില്ലാതെ എങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്ന് ചോദിച്ചു. അത് ഇവിടുന്ന് ഇതെടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് മൊഴി എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ആരുമില്ല, എൻ്റെ കൊച്ചാപ്പ ഇത് മരണം പറഞ്ഞ് ഞാൻ വന്നതാണ്, നമുക്ക് മൊഴി എടുക്കാമെന്ന് പറഞ്ഞു. ഇതിന് മുമ്പേ അതേപോലെ എന്നെ സിയാൽ വിളിച്ച് പറഞ്ഞ് എന്നെ ശരിക്കും ഇടിച്ച് കൊച്ചാപ്പാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അത് മാത്രമല്ല പറഞ്ഞു, ആരിടിച്ചടാ എന്ന് ഞാൻ ചോദിച്ചാൽ അപ്പോൾ എന്നോട് ഞാൻ കൊച്ചാപ്പടുത്ത് പിന്നെ പറയാമെന്ന് പറഞ്ഞു. എന്നേ എൻ്റെ അടുത്ത് പറഞ്ഞോളൂ. പക്ഷേ പോലീസുകാരൻ തന്നെ ഇടിച്ചത്, നല്ല ഉറപ്പുണ്ട്. പോലീസുകാരൻ തന്നെ ഇടിച്ചതിന് നല്ല ഉറപ്പുണ്ട്. ഇതിൽ സബീറിന്റെ പേര് കൂടി പറഞ്ഞിട്ടുണ്ട്. സബീറിനോട് സിയാദ് പറഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല സാറേ, ഈ കാര്യം എനിക്ക് മാത്രമേ അറിയൂ. അങ്ങനെ എന്നെ കൊണ്ട് മൊഴി. നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ സിയാദിനെ മറ്റൊരാൾ ആക്രമിച്ചു എന്നൊരു മൊഴി പോലീസിന് കൊടുത്തിട്ടുണ്ടോ? ഇല്ല, കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ പോലീസ് നിങ്ങളുടെ പേരിൽ ഇറക്കിയിരിക്കുന്ന മൊഴി കളവാണ്? കളവ് തന്നെ, തീർച്ചയായും കളവ് തന്നെ. ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെയാണ്. ആദ്യം മർദ്ദിച്ചിട്ടില്ല എന്നൊരു കള്ളം പറഞ്ഞ് പോലീസ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു നീക്കം നടത്തി. അതൊരു 16-കാരിയാണ് പൊളിച്ചടുക്കിയത്. ഇപ്പോൾ സ്വന്തം ഈ സിയാദിൻ്റെ പിതാവിൻ്റെ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഈ ചെറിയച്ഛൻ അല്ലെങ്കിൽ കൊച്ചാപ്പ എന്ന് പറയുന്ന ഈ ബഷീറിൻ്റെ പേരിലാണ് മറ്റൊരു കള്ളമൊഴി തയ്യാറാക്കി പോലീസ് ഇപ്പോൾ അത് ഈ അന്വേഷണത്തിൻ്റെ ഒരു ഫയലാക്കി വെച്ചിരിക്കുന്നു. വിളിക്കുന്നവരോടെല്ലാം, അന്വേഷണ സംഘത്തോടും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരോടെല്ലാം ഈ കുണ്ട്ര പോലീസ് പറയുന്നത് മറ്റൊരു യുവാവ് ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആക്രമിച്ചു, അതും ഈ പറഞ്ഞ കേസെല്ലാം അയാളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു നീക്കവും കൂടി ഈ ഇതിന്റെ ഭാഗമായി നടക്കുന്നു എന്നുള്ള ഒരു സംശയം ഇപ്പോൾ കുടുംബത്തിന് ബലപ്പെട്ടിരിക്കുന്നു. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം രാജ്കുമാർ.